സൗബിൻ ചാന്റെ ഇലവീരപ്പൂഞ്ചിന്റെ സിനിമ ഇറങ്ങിയ ശേഷം ആർക്കായാലും ഒരു ആഗ്രഹം വരൂലേ ഇങ്ങോട്ട് വന്ന് എന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. മെയിൻലി ആ വയർലെസ് പോലീസ് സ്റ്റേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടവും. വാവ്, കാണാനൊരു ലുക്കിലെങ്കിലും സംഭവം നൈസായിരുന്നല്ലേ. അങ്ങനെ ഒരു പ്രീ പ്ലാൻ ഇല്ലാത്ത ഒരു ട്രിപ്പാണ് ഞങ്ങളിത്. ഒന്നും പ്ലാൻ ചെയ്യേണ്ട, എങ്ങടെയും പോവാം എന്നിറങ്ങി നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുന്നു ഇലവീര പൂഞ്ചിറ വ്യൂ പോയിന്റിലോട്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി ആണ് കേട്ടോ. ഇപ്പം ഇത് ഫ്രണ്ട്സ് ഒപ്പോ അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടോ ഫാമിലിയുടെ ഒപ്പോ സോളോ ട്രിപ്പ് ആയിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇവിടേക്ക് വരാം. ലൈക്ക് ഓഫ് റോഡ് ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. നമ്മൾ ഫസ്റ്റ് തന്നെ കാറിൽ വന്നിട്ട് കാർ സൈഡിലോട്ട് ഒതുക്കി ജീപ്പിലാണ് സഫാരി ചെയ്തത്. അത് വല്ലാത്തൊരു വൈബ് തന്നെയാട്ടോ സഫാരി. ലൈക്ക് ജീപ്പ് സഫാരി എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമല്ലേ. എനിക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ചാടി കയറി ഫ്രണ്ടിലൊക്കെ കയറി ഇരുന്ന് നോക്ക്. നമ്മളുണ്ടോ ഒരു പാർക്കറ്റിന്റെ മോളിക്കോടൊക്കെയാണ് പോകുന്നത്. നമുക്ക് ഫസ്റ്റൊക്കെ ഒരു പേടി തോന്നും, അയ്യോ ഞാൻ വീഴോ. പക്ഷെ നമ്മൾ വീഴില്ല ഗൈസ്, നമ്മൾ വീഴില്ല. നല്ല രസമാണ്, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പീരിയൻസ് ചെയ്യാത്തവരോടാട്ടോ ഞാൻ പറയണേ. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ ദൂരെ എന്താ പറയുക, എനിക്കൊന്നും പറയാല്ല, അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു വ്യൂസൊക്കെ. നല്ല പനോറമിക് വ്യൂ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ വേണം പറയാം. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പോകുന്നതാണ്. ഈ ഇരിക്കാനുള്ള വഴി കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. നല്ല ഗ്രിപ്പിട്ട് ഒരു ചെരുപ്പിട്ടിട്ട് വന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ബേബീസൊക്കെ വരുമ്പോൾ കുറച്ച് ഫുഡൊക്കെ കരുതാം, അത്രമാത്രമേ പറയാനുള്ളൂ. വേറെ ഒന്നും അങ്ങനെയില്ല, നിങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വരാം, ദാറ്റ്സ് ഓൾ. നമ്മളെ മുനിയറയ്ക്ക് ഇങ്ങനെ ഇറങ്ങുന്ന വഴി കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നില്ലേ. ശരിക്കും ഒരു കാടിൻ്റെ സൈഡിലൊക്കെ കൂടെ ഇറങ്ങി പോകുന്ന ഒരു ഫീൽ കിട്ടും. പിന്നെ കാടും അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല രസമാണ്. നമ്മളിത് ആ ഒരു ഹോളുണ്ടോ, സോറി അതല്ല കേട്ടോ, ഇതാണ് നമ്മുടെ ഗുഹ, മുനിയറ ഗുഹ. ഇവിടെ എന്തോ വേനൽക്കാലത്തൊന്നും വെള്ളം വറ്റൂല, അങ്ങനത്തെ ഒരു ഐതിഹ്യമൊക്കെ ഉണ്ട്. പിന്നെ വേറെ കുറേ ആ ചേട്ടൻ നമുക്ക് കൂടെയൊക്കെ വന്ന് പറഞ്ഞു തരാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആള് നമുക്ക് അങ്ങനെ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞു. നല്ല ഒരു ഹിസ്റ്റോറിക് പ്ലേസ് ഒക്കെ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഡാർക്ക് ഏരിയ ആണ്. പക്ഷേ ഡാർക്ക് ആണെങ്കിൽ കൂടി നമ്മൾ ഈ ടോർച്ച് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. വെള്ളത്തിൽ വല്ല പാമ്പോ തവളയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ഒന്നുമില്ല, നല്ല തണുത്ത വെള്ളം. അതിൽ നമ്മളോട് അങ്ങനെ ഇറങ്ങാൻ കഴിഞ്ഞ് അവിടെ കുറേ ഭയങ്കര എക്കോ ആണ് അതിൻ്റെ ഉള്ളിൽ. ഗുഹയാകുമ്പോൾ ഒക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ കുറച്ച് ഇരുട്ടും, ദാറ്റ്സ് ഓൾ. അപ്പം അങ്ങനെ അത് നല്ലൊരു സംഭവമായിരുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മൾ തിരിച്ച് ജീപ്പിലോട്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ തിരിച്ചിതാ പോവാണ്. ഇന്ന് എനിക്ക് അവിടെ ഫ്രണ്ടിൽ സീറ്റ് കിട്ടിയില്ല. കാരണം അവന് ആ ചെറുത് കണ്ട് ചിടുങ്ങ് അവൻ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ ഇരുന്നു. ഞാൻ ഇവിടെ ബാക്കിലിരുന്ന് നമ്മുടെ ട്രിപ്പൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങൾ ഇവിടെ പോകാത്തവർ എന്തായാലും പോകണം, നിങ്ങൾക്ക് വളരെ അധികം ഇഷ്ടമാവും. എനിക്ക് എന്താ പറയേണ്ടത്, ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൂടെ നമ്മളൊരു കണ്ടില്ലേ, നമ്മളൊരു എന്നിട്ട് പറയാം ആനവണ്ടിനെ കണ്ടു. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോണതാണ് നമ്മുടെ ഇലവീട പൂഞ്ചിറ ഇതിന്റെ വയർലെസ് പവർ പോലീസ് സ്റ്റേഷൻ. അവിടേക്ക് കണ്ടില്ലേ എൻ്റെ പൊന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാ. പേഴ്സണലി ഞാൻ ആദ്യമായിട്ടാണ് പോണത്, അതുകൊണ്ടാവും. പക്ഷെ എനിക്ക് ലൈക്ക് അവിടെ മോളിലും പ്ലസ് ഈ സംഭവമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ വളരെ അവിടെ ഫോട്ടോസും എല്ലാ കാര്യം കുറച്ച് നേരം അവിടെ ഇരുന്ന് സൊറ പറഞ്ഞൊക്കെ ഇരുന്ന് നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോവാണ്. ബേബീസ് വാശി പിടിക്കുമോ എന്നുള്ളൊരു സംതിങ് മാത്രം നമുക്കൊരു ഇഷ്യൂ വന്നിട്ടുള്ളൂ. വേറൊരു പ്രശ്നമോ ഒന്നും ഉണ്ടായില്ല. നമ്മുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഒപ്പം. അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മ എങ്ങനെയെങ്കിലും ആ മോളിക്ക് എത്താൻ, അമ്മയ്ക്ക് ആ ഒരു കാണാനൊക്കെ ഉള്ളൊരു സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, നമ്മളൊരു സൺസെറ്റ് ഒക്കെ കണ്ട് ഇറങ്ങി. നല്ല ചെറിയ സൺസെറ്റ് ഒക്കെ കാണാൻ. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ശരി, പിന്നെ